ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, PSCയിലെ ഏത് എക്സാമിന് പോയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒരു എക്സാം പോലും ഉണ്ടാവാറില്ല. അതുപോലെ സ്റ്റേറ്റ് ലെവലിലെ PSC എന്നല്ലാതെ ഏത് എക്സാംസിനും SSC അങ്ങനെ ഏത് എക്സാമിന് പോയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നതായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ യൂണിയൻ ലെവലിലെ ഏത് എക്സാമിനും UPSC എക്സാം അങ്ങനെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് LLBക്ക് മാത്രമല്ല, LLBക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷനിൽ നിന്നായിരിക്കും. നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് ഇന്നത് ചോദിക്കും എന്ന് ഉറപ്പുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും. ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു 10 മാർക്ക് ഏറ്റവും കുറഞ്ഞത് ഇതിനകത്തുനിന്ന് ചോദിച്ചിരിക്കും. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് നമ്മളൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അതിനുശേഷം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ്, അതുപോലെ ചില ടോപ്പിക്കുകൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്കായിട്ട് നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ് വൺ ഹിസ്റ്ററിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് എന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്തത് 26 നവംബറിലാണ് 1949. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് 26 നവംബർ 1949 അത് കമ്മിങ് ടു എഫക്റ്റ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിങ് ടു എഫക്റ്റ് ആയത് 26 ജാനുവരി 1950. അതായത് 26 ജാനുവരി നമുക്ക് എല്ലാവർക്കും അറിയാം റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. ഇത് അഡോപ്റ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇത് അഡോപ്റ്റ് ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അത് നമുക്കറിയാം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ BR അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആഫ്റ്റർ അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ ഓഫ് ഇന്ത്യ ബിക്കം ദ കണ്ടംപററി ആൻഡ് മോഡേൺ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രിയാമ്പിളാണ്. പ്രിയാമ്പിളിലെ ഏറ്റവും ഫസ്റ്റ് വന്ന വേർഡ് അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ നിന്ന് ചിലപ്പോൾ ഈ ചില വേർഡുകൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇത് നമ്മൾ കാണാതെ തന്നെ ആ വേർഡ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. കാരണം ഇത് എപ്പോഴും നമുക്ക് LLBയിലേക്ക് ചേരുമ്പോഴും ആവശ്യമുള്ളതാണ്. അതുപോലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ആവശ്യമുള്ളതാണ് പ്രിയാമ്പിൾ ഈ വേർഡ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം എന്തായാലും. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949 അഡോപ്റ്റ് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ലാസ്റ്റ് പറയുന്നത് പ്രിയാമ്പിളിൻ്റെ. അപ്പം നമുക്കിതിൻ്റെ വേർഡ്സിൻ്റെ കൂടുതൽ മീനിങ്ങിലേക്ക് പോകാം. അതായത് We, the people of India, having solemnly resolved to constitute India into a sovereign എന്ന് പറയുന്നുണ്ട്. സോവേറിയൻ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ഓർ ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഫോറിൻ, ഇത് ഒരു ഫോറിൻ പവറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫറൻസും മറ്റ് രാജ്യങ്ങളിലായിട്ട് ഇല്ലാത്തതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഫ്രീ ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ്. ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫേഴ്സിനെ ഒരു രാജ്യങ്ങളോ അല്ലെങ്കിൽ ഒന്നിനെയും ഇൻ്റർഫിയർ ചെയ്തിട്ടല്ല നമ്മൾ ഭരിക്കുന്നത്. സൊവേറിയൻ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനി ഡൊമസ്റ്റിക് ഫോറിൻ പോളിസി, എന്ത് ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പോളിസിയും എല്ലാം മറ്റുള്ള പുറത്തുനിന്നുള്ളതോ അല്ലെങ്കിൽ അകത്തുനിന്നുള്ളതോ ആയിട്ടുള്ള ഒരു ഇൻ്റർഫറൻസും ഇല്ലാതെ സൊവേറിയൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേതാണ് സൊവേറിയൻ, സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കുകളിൽ നിന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നൊരു വാക്കാണ് ഡെമോക്രാറ്റിക് എന്ന് പറയും. ഡെമോക്രാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പവർ നമ്മുടെ പീപ്പിളിൻ്റെ ഉള്ളിലാണ്. അതായത് നമ്മുടെ പീപ്പിൾസ് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ തന്നെയാണ് നമ്മുടെ ജനങ്ങൾ, അതായത് നമ്മുടെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നത്. അപ്പോൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് പവർ ടു ഇലക്ട് ദ ഗവൺമെൻറ് ഓഫ് ദർ ചോയ്സ് അറ്റ് ഓൾ ലെവൽ, യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ. യൂണിയൻ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ലോക്കൽ ലെവലിലും നമ്മൾ പീപ്പിൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്, എലക്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രസിഡൻറ്റിനെ ആവട്ടെ ആരാവട്ടെ, ഈവൻ MLAന് വരെ നമ്മളാണ് തിരഞ്ഞെടുക്കാറ്. അപ്പോൾ
Our government is called democratic government because it is government of the people, by the people, for the people. എല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഡെമോക്രാറ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൺട്രി ഹാസ് ആൻ എലക്റ്റഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. അതായത് നമുക്ക് എലക്റ്റഡ് ഹെഡായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും. നമ്മുടെ പാർലമെൻറ്റ് തന്നെ ഉൾപ്പെടുന്നത് പ്രസിഡൻറ്റും പിന്നെ നമ്മുടെ രാജ്യസഭയും അതുപോലെ തന്നെ ലോക്സഭയും ചേർന്നാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്. അത് എലക്ട് ചെയ്തത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഹീ ഈസ് എലക്റ്റഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്നത്. അതറിയാവുന്ന കാര്യമാണ്. ഹവർ സച്ച് ഹെഡ് ഹാസ് നോ ഹെറിഡിറ്ററി റൈറ്റ്. അതായത് അയാൾ മീൻസ് നമ്മൾ റെസ്പെക്റ്റഡ്ഫുള്ളി വേണം പറയാൻ. എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് നോ ഹെറിഡിറ്ററി റൈറ്റ്. അതായത് തലമുറയിൽ നിന്ന് വരുന്ന ആളല്ല നെക്സ്റ്റ് വരുന്നത്. നമ്മൾ എലക്ട് ചെയ്യുന്നത് ഓരോ ആൾക്കാരും മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഈ വേർഡ് 42nd അമെൻമെൻറ്റ് വഴിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ പ്രിയാമ്പിൾ ഇതില്ലായിരുന്നു, പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. 1976 42nd അമെൻമെൻറ്റ് എഫക്റ്റഡ് ആവുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് സ്റ്റേറ്റ് വിൽ എൻഷുവർ an equitable distribution of wealth among its people. Proper measure would taken to safeguard and protect the interest of the poorer and weaker sections of the society. അതായത് നമ്മുടെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് സോഷ്യലിസ്റ്റ് എന്ന വേർഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പുവർ പീപ്പിളും നമ്മുടെ ഹയസ്റ്റ് റിച്ച് പീപ്പിളിനെയും പുവർ പീപ്പിളിനെയും തമ്മിലുള്ള ഗ്യാപ്പ് കുറക്കുക. അതായത് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരിക, എല്ലാവരും ഈക്വലാണ് എന്നാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വഴി അവരെ റിച്ച് പീപ്പിളിനെയും പുവർ പീപ്പിളിനെയും തമ്മിലുള്ള ഗ്യാപ്പ് മാറ്റി എല്ലാവരും ഈക്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റാണ് സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രിയാമ്പിളിൽ ഇത്തരം വാക്കുകളാണ് നമ്മൾ എടുത്തു പറയേണ്ട വാക്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് എന്ന് പറയുമ്പം സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിരിക്കണം ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമോങ് ദം ഓൾ. ഇതിപ്പോൾ ഞാൻ കവർ ചെയ്തിട്ടുള്ള പോർഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോഴ്സിലേക്ക് പോകുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള വേർഡ് ഫോർ ഇന്ത്യൻ പീപ്പിൾ ആൻഡ് നോട്ട് ഗിവൺ ടു ദം ഔട്ട്സൈഡ് പവർ. ഇത് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ പീപ്പിളിന് വേണ്ടിയാണ്. അതായത് പുറത്തു നിന്നുള്ളൊരു പവർ ഇതിൽ വരുന്നില്ല. സോ ഇറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ. ഇറ്റ് ഓൾസോ എംഫസൈസ് ദ കൺസെപ്റ്റ് ഓഫ് പോപ്പുലർ സൊവേറിനിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊവേറിയൻ ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് നമ്മുടേത്. സോ റൂസോ ഇതിലൊരു ഡെഫിനേഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. റൂസോ പറഞ്ഞിട്ടുള്ളത് ഓൾ ദ പവർ എമിനേറ്റ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം വിൽ ബി അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ടു ദ പീപ്പിൾ. എല്ലാ പവേഴ്സും നമ്മളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ പവറും റെസ്പോൺസിബിൾ ആയിട്ടുള്ളതും നമ്മളിൽ തന്നെയാണ് എന്നാണ് റൂസോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് നേച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പറയുമ്പോൾ അതിലും സൊവേറിയൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റുകളാണ്. അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, അതിൻ്റെയൊക്കെ മീനിങ് സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. പിന്നെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകുമ്പം ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിരിക്കണം. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഫ്രറ്റേണിറ്റി, അഷ്വറിങ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. ജസ്റ്റിസ് എന്ന് പറയുമ്പം സോഷ്യലും എക്കണോമിക്കലും ആയിരിക്കണം, പൊളിറ്റിക്കലും ആയിരിക്കണം. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, എല്ലാവർക്കും ഇക്വാലിറ്റി ഉണ്ടാവണം. ലിബർട്ടി ഓഫ് തോട്ട്, എല്ലാവർക്കും ചിന്തിക്കാനും എക്സ്പ്രസ് ചെയ്യാനും അവരെ വിശ്വാസത്തിനും അവരുടെ വർഷിപ്പിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. ഫ്രറ്റേണിറ്റി, അതായത് ബ്രദർഹുഡ്, എല്ലാവരും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ബ്രദർഹുഡ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അഷ്വറിങ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, എല്ലാവരുടെയും അന്തസ്സിനെ
പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ, എല്ലാവരും ഒന്നായിരിക്കണം എന്ന കൺസെപ്റ്റ്. ഇതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 26 നവംബർ 1949. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് എക്സിസ്റ്റ് ആയ സമയത്ത് ആർട്ടിക്കിൾ 394 വരെയാണ് ഉണ്ടായിരുന്നത്. 394 കുറച്ച് പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രൊവിഷൻസാണ് 26th ഡേ ഓഫ് 1950 വന്നിട്ടുള്ളത്. പിന്നെ സലൈൻ ഫീച്ചേഴ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും നോൺ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ഉള്ളത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു എക്സാമ്പിളാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതുപോലെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിളാണ് നമ്മുടെ UK, അതായത് നമ്മുടെ ഇംഗ്ലണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ അമേരിക്കയുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്, എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് നമ്മുടെ ഇന്ത്യയുടെ ഉള്ളത്. ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്ട്രാക്ഷൻ വഴിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സം പോർഷൻസ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചറൽ പാർട്ട് USA നിന്നും, ഫണ്ടമെൻ്റൽ റൈറ്റ് അതൊക്കെ USA നിന്നാണ് വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ബോറോഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് മെയ്ഡ് ഷുവർ ബോറോഡ് ഫീച്ചേഴ്സ് വെർ മെയ്ഡ് സ്യൂട്ടബിൾ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ക്യാബിനറ്റ് സിസ്റ്റം UK നിന്നാണ്. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോർഷൻസ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. UK നിന്നാണ് ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ക്യാബിനറ്റ് പക്ഷേ UK പോലെ നോട്ട് ഓൾ സുപ്രീം, എല്ലാ പോർഷൻസും സുപ്രീം അല്ല നമ്മുടെ രാജ്യത്ത്. അതേപോലെ ഫുള്ളി അല്ല അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അതിൽ കൺസിസ്റ്റ് ഓഫ് ഐഡിയൽസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് പ്രിയാമ്പിളിലാണ്. നമ്മുടെ എമർജൻസി പ്രൊവിഷൻസിലെ ബേസിക് പോർഷൻസ് മാത്രം നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. പിന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ഡെവലപ്ഡ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഫ്രം ദീസ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഫ്ലോ ഫ്രം ദ പ്രിയാമ്പിൾ. സലൈൻ ഫീച്ചേഴ്സ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഫോളോ ചെയ്തിരിക്കുന്നത് പ്രിയാമ്പിളിൽ നിന്ന് തന്നെയാണ്. സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന വെൽഫെയർ കൺസെപ്റ്റും സെക്യുലർ ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി ഫോർ പീപ്പിൾ ആൻഡ് ഫോർ പ്രൊമോട്ടിംഗ് ഫ്രറ്റേണിറ്റി, ഡിഗ്നിറ്റി, ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻസ്, ഇതൊക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പ്രിയാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് സ്ട്രക്ചർ cannot suspended during emergency. പിന്നെ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റം. നമ്മുടെ അതോറിറ്റി എന്ന് പറയുന്നത്, ഗവൺമെൻറ് അതോറിറ്റി എന്ന് പറയുന്നത് സൊവേറിയൻ ആയിരിക്കും. അതായത് പീപ്പിളായിരിക്കും പൊളിറ്റിക്കൽ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നത്. ഫ്രീ, ഫെയർ ആൻഡ് റെഗുലർ ഇലക്ഷൻസ് ഹെൽഡ് ഫോർ ഇലക്ടിങ് ഗവൺമെൻറ്. ഫ്രീ ആയിട്ട്, അതായത് ഫെയറും ഫ്രീയും ആയിട്ടുള്ള ഒരു റെഗുലർ ഇലക്ഷൻ വഴിയാണ് പീപ്പിൾസ് തന്നെയാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം ആയിട്ടുള്ള എല്ലാ എലക്ഷൻസും ഫോളോ ചെയ്യാറുള്ളത്. പിന്നെ ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്കാണ്. പ്രിയാമ്പിൾ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി റിപ്പബ്ലിക് എന്ന് പറയുന്നത് പ്രിയാമ്പിളിൽ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യ ഈസ് നോട്ട് റൂൾഡ് ബൈ മൊണാർക്ക് ഓർ നോമിനേറ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യ ഒരാളുടെ കീഴിലല്ല ഉള്ളത്. അതായത് എല്ലാം പ്രസിഡൻറ്റ് ഹെഡാണെങ്കിൽ പോലും നമ്മളെ എല്ലാ കാര്യങ്ങളും ക്യാബിനറ്റ് സിസ്റ്റം വഴി പ്രസിഡൻറ്റ് ഹെഡായിട്ട് തീരുമാനിച്ചതിന് ശേഷം അത് റെക്കമെൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്നത് പ്രിൻസിപ്പിളാണെന്ന്, നമ്മുടെ പ്രസിഡൻ്റാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യ ഹാസ് എലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ഹു വീൽഡ് 5 വർഷത്തേക്ക് മാത്രമായിരിക്കും പ്രസിഡൻറ്റ് എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അത് വീണ്ടും എലക്ഷൻ വഴി പുതിയ ആളെ നിയമിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വരാറുള്ളത്. പിന്നെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്.
ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ആർട്ടിക്കിൾ 1 പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡ്യൂട്ടീസ് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാലിയൻ ഫീച്ചേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്രാൻഡ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഇറ്റ്സ് സിറ്റിസൺസ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ കോർട്ടിൽ നമുക്ക് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 32-ഉം 226 അനുസരിച്ച്. Constitution of India confirms the basic principle that every individual is promoted to enjoy certain basic rights, and Part 3 of Constitution deals with those rights which are known as fundamental rights. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വഴി നമ്മുടെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും എതിര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കോടതിയിൽ പോകാവുന്നതാണ്. ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോർട്ടിലും 226 അനുസരിച്ച് ഹൈക്കോർട്ടിലും നമുക്ക് ഡയറക്റ്റ്ലി എന്തെങ്കിലും വയലേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ് ആണുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് അബ്സല്യൂട്ട്, റീസണബിൾ കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ്, കീപ്പിംഗ് ഇൻ വ്യൂ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ്. പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. After the directive principles of state policy combined in Constitution by 42nd Amendment in 1976 for fundamental duty. Part 4A 42nd Amendment വഴി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് പോകുമ്പോൾ യുണീക്ക് ആസ്പെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദാറ്റ് ഈസ് കംപ്രൈസസ് ഓഫ് ചാപ്റ്റർ ഇൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഒരു യുണീക്ക് ഫീച്ചേഴ്സ് അതായത് വെൽഫെയർ കൺസെപ്റ്റാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ആർ ഇൻ ദ നേച്ചർ ഓഫ് ഡയറക്റ്റീവ്സ് ടു ദ ഗവൺമെൻറ് ടു ഇംപ്ലിമെൻറ്റ് ദം ടു മെയിൻറ്റെയിൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. സോഷ്യലും എക്കണോമിക് ആയിട്ടുള്ള ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുള്ളത്. അതായത് വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ കൺസെപ്റ്റിൽ നമ്മുടെ രാജ്യം വരിക, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ളത്. അത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർലമെൻ്ററി സിസ്റ്റം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിസൈഡഡ് ടു എസ്പോസ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ബോത്ത് ഫോർ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. സെൻറ്ററിലും അതുപോലെ സ്റ്റേറ്റിലും പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. നോമിനൽ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ഉണ്ടായിരിക്കും പാർലമെൻ്ററി സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ പ്രസിഡൻറ്റ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റർ റെസ്പോൺസിബിൾ ബിഫോർ ദ ലോക്സഭ. ലോക്സഭയിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും, പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്റർ അടങ്ങുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും ലോക്സഭയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ലോവർ ഹൗസിൽ യൂണിയൻ പാർലമെൻറ്റ്, ലോവർ ഹൗസ് ഓഫ് ദി യൂണിയൻ പാർലമെൻറ്റും അതുപോലെ ലോക്സഭയും. ദീസ് ആർ ദ റിലേഷൻസ് ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. അങ്ങനെയാണ് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും വഴി ഒരു റിലേഷൻ അവിടെ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്. ഫെഡറൽ സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് വെർ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോളർ റീജിയൻസ് ആൻഡ് ഗവൺമെൻറ് ഈസ് ഫങ്ഷനിങ് അറ്റ് 2 ലെവൽ. ഫെഡറൽ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ സ്ട്രക്ചറാണെന്ന് പറയുന്നുണ്ട്. അതായത് ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്, റീജിയൻ, കാസ്റ്റ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൊത്തം രാജ്യം എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും ഡൈവേഴ്സിറ്റിയാണ്. പക്ഷേ അതെല്ലാം കൂടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഒരു കൺസെപ്റ്റാണ് നമ്മുടെ രാജ്യത്തുള്ളത്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, അതൊക്കെ ഏറ്റവും ബേസിക് ഫീച്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ. നമ്മുടെ സ്കോളേഴ്സ് സ്കോളേഴ്സ് ആയിട്ടുള്ള KC വർണ്ണപ്പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് എന്നാണ്. അതായത് യൂണിറ്ററി ബയസ് ഈവനസ് യൂണിറ്റേറിയൻ ഫെഡറേഷൻ, അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എല്ലാം ഡൈവേഴ്സിഫിക്കേഷൻ ആണെങ്കിലും എല്ലാവരും ഒന്നാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളത്. പിന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് എല്ലാ വുമൺസിനും അതുപോലെ മെന്നിനും ഒരുപോലെ തന്നെ 18 വയസ്സിന് ശേഷം വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്.
All registered voters get opportunity to vote in elections. പിന്നെ സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റേറ്റ് വിത്ത് സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമ്മുടെ രാജ്യത്ത് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നൊരു കൺസെപ്റ്റാണുള്ളത്. ഒരാൾക്ക് ഒരു സിറ്റിസൺഷിപ്പാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ഓൾ സിറ്റിസൺസ് എൻജോയ് കോമൺ യൂണിഫോം സിറ്റിസൺഷിപ്പ്. ഈക്വൽ റൈറ്റ് ആൻഡ് ഫ്രീഡം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേറ്റ്. ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം കോമൺ ഫോർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അതായത് സുപ്രീം കോർട്ട് അപ്പെക്സ് ലെവലിലും ഹൈക്കോർട്ട് സ്റ്റേറ്റ് ലെവലിലും. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. അതായത് മറ്റുള്ള ഒരു എക്സിക്യൂട്ടീവ്സിൻ്റെയും ഇൻ്റർഫറൻസ് അതിൽ വരുന്നില്ല. Necessary to secure philosophical foundations of rule of law and democracy. The Constitution makes created a separate judiciary independent of the legislature and executive. Secondly, പറയുകയാണെങ്കിൽ Constitution ensures complete independence of judiciary in the matters of administration of finances. Amending of Constitution. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആൻഡ് മോഡിഫിക്കേഷൻ വഴിയിട്ട് മാത്രമാണ് നടത്തുന്നത്. പ്രൊസീജിയർ ഓഫ് അമെൻമെൻറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പാർട്ട് 20 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ പറയുന്നത് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യറി ഹാസ് സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന പോലെ തന്നെ ജുഡീഷ്യറിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇൻ്റർഫറൻസ് വരുന്നത് ചില കേസുകളുണ്ട്. നമുക്ക് പിന്നീട് പറയുന്നതായിരിക്കും അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സ്റ്റാൻഡ്സ് അറ്റ് പീക്ക് ഓഫ് സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. It operates as dependence of the fundamental right of Indian citizen and guardian of the constitution. അപ്പം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു ഗാർഡിയനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് വരികയാണെങ്കിൽ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ഓഫ് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ഉണ്ട്. നോ ഇൻ്റർഫറൻസസ്. പിന്നെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഉണ്ട്. Indian judicial norm that the Constitution of India has certain basic feature that cannot be changed or destroyed through amendment by the parliament. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി പ്രൊവിഷനിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. അതുപോലെ തന്നെ അമെൻഡ് ചെയ്യാനും പറ്റില്ല. ദ ബേസിക് ഫീച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് നോട്ട് ബീൻ ഓപ്പൺലി ഡിഫൈൻഡ് ബൈ ദ ജുഡീഷ്യറി. അതുപോലെ ആർട്ടിക്കിൾ 19, 20 ഫ്രീഡം ഓഫ് തോട്ട് എക്സ്പ്രഷൻ അതൊന്നും നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 19 and 20 ഒക്കെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 20 features have been described as the basic or essential by the court in the numerous cases and have been incorporated in the basic structure. ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ എന്ന കേസിൽ അതുപോലെ തന്നെ Minerva Mills case, it was witnessed that claim of any particular feature of the Constitution to be basic feature would be determined by the court in each case that's come before it. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റി ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായണിലും മിനർവ മിൽസ് കേസിലും പർട്ടിക്കുലർലി ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്യുലറിസം. നോ അതർ കൺട്രി ഓഫ് ദ വേൾഡ് സോ മെനി റിലീജിയൻസ് കോ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. In view of such diversity, Constitution guarantees complete freedom of religion to all. മറ്റുള്ള കൺട്രി പോലെയല്ല ഇന്ത്യ എന്ന് പറയുന്നത് പല റിലീജിയൻസിൻ്റെ ഡൈവേഴ്സിറ്റി ഉള്ളതാണ്. പക്ഷേ ഓൾ റിലീജിയൻസിനും ഒരു ഫ്രീഡം ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സിറ്റിസൺ ഓഫ് അവർ കൺട്രി ആർ ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ ആൻഡ് ദേ എൻജോയ് ഈക്വൽ റൈറ്റ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ഓർ സെക്സ്. ഒന്നിൻ്റെ പേരിലോ കാസ്റ്റിൻ്റെ, ക്രീഡിൻ്റെയോ റിലീജിയൻ്റെയോ സെക്സിൻ്റെയോ ഒന്നിൻ്റെയോ പേരിലും ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെ എല്ലാവർക്കും എന്തും ഫോളോ ചെയ്യാനും അതുപോലെ ഏത് റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ രാജ്യത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇറ്റ്സ് റിലീജിയൻ ഓർ ക്യാൻ ബി സ്റ്റേറ്റ്സ് കമ്പൽ എനിബഡി ടു പേ ടാക്സ് ഫോർ സപ്പോർട്ട് ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ഒരു റിലീജിയൻ്റെ പേരിൽ ഒരാളെ നമുക്ക് ടാക്സ് പേ ചെയ്യണമെന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യാൻ പറ്റുന്നതല്ല. എവറിബഡി ഈസ് ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് റൈറ്റ്
freely to profess, practice and propagate religion. Constitution regards religion as private affairs of individual and prohibit the state from interference with it. സ്റ്റേറ്റിന് റിലീജിയനെ പറ്റി ഇൻ്റർഫറൻസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇൻഡിപെൻഡൻറ്റ് ബോഡി ഉണ്ട്, അതായത് ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഫിനാൻസ് കമ്മീഷൻ. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പവർ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ബോഡീസാണ്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ പ്രൊവൈഡഡ് വിത്ത് സെക്യൂരിറ്റി ഓഫ് ടെനുവർ, ഫിക്സഡ് സർവീസ് കണ്ടീഷൻ എക്സെട്ര to ensure that they are not susceptible to whims of either the legislature or executive. ലെജിസ്ലേച്ചറിൻ്റെയോ എക്സിക്യൂട്ടീവിൻ്റെയോ ഒന്നിൻ്റെയോ കൺട്രോളിലല്ല ഇലക്ഷൻ കമ്മീഷനും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ഫിനാൻസ് കമ്മീഷനും ഉള്ളത്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എമർജൻസി പ്രൊവിഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 ടയർ ഗവൺമെൻറ് ഉണ്ട്. 73rd 74th അമെൻമെൻറ്റ് ആക്ട് വഴി റൂറലും അർബൻ ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞ 3 ടയർ ഗവൺമെൻറ് നമ്മുടെ സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗാന്ധിജിയായിരുന്നു ഈ സെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും ആഗ്രഹിച്ചിരുന്നത്. അതായത് സെൽഫ് ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു വില്ലേജ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറിനെ പറ്റിയാണ്. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ, അതാണ് ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 2 അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്, പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. പിന്നെ ന്യൂ സ്റ്റേറ്റ് ഫോർമേഷനും അതിൻ്റെ ബൗണ്ടറീസ് ഏരിയാസ് ഓൾട്ടർ ചെയ്യണതും അതുപോലെ പുതിയ സ്റ്റേറ്റിൻ്റെ പുതിയ പേരിടുക അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആർട്ടിക്കിൾ 1 പാർട്ട് 1 ഭാഗങ്ങളിൽ വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 5 പാർട്ട് 2 വരുന്നത് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ്. റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് എ സർട്ടൻ പേഴ്സൺ ഹു ഹാസ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. പിന്നെ കണ്ടിന്യൂവേഷൻ ഓഫ് റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ്, സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടും പുതിയ കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുതിയ ആൾ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടുമാണ് ഈ പാർട്ട് 2 പറയുന്നത്. പിന്നെ പാർട്ട് 3 പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനാണ്. ലോ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഓർ ഇൻ ഡെറഗേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അതുപോലെ ആദ്യമേ 7 ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു എക്സിസ്റ്റ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്നത്. പിന്നീട് അതിൽ നിന്ന് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് മാറ്റിയിട്ട് 6 ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ് ആണുള്ളത്. ആദ്യമേ ഉണ്ടായിരുന്ന 7th ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു. അത് ഇപ്പോൾ 300A മാറ്റിയിട്ടുണ്ട് 44th അമെൻമെൻറ്റ് വഴി. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. വർഷം എന്ന് പറയുന്നത് 1978. പിന്നെ റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ളതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഈക്വലാണ്. പ്രൊഹിബിഷൻ ഓൺ ദ ഡിസ്ക്രിമിനേഷൻ എനി ഓഫ് ദ റിലീജിയൻ, റേസ്, കാസ്റ്റ് ഒന്നിൻ്റെ പേരിലും റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ സെക്സിൻ്റെയോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിലോ നമ്മളെ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും ഈക്വലാണ്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതാണ് ആർട്ടിക്കിൾ 17. പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ ഇക്വാലിറ്റിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയൊക്കെ ആദ്യമേ പല കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ, ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അബോളിഷന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് ഒന്നിൻ്റെ ഒരു പ്രത്യേക പദവി, നമ്മുടെ ഭാരത് രത്ന അങ്ങനത്തെ പോലെയുള്ള ടൈറ്റിൽസ്, അതിനെ പറ്റിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 22 ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഗ്യാരണ്ടീസ് 6 റൈറ്റ് ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. എന്തും എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനും അതുപോലെ പീസ്ഫുള്ളി സമാധാനപരമായിട്ട് അസംബിൾ ചെയ്യാനും ആയുധങ്ങളില്ലാതെ അസംബ്ലി കൂടാനും യോഗം കൂടാനും അസോസിയേഷൻ യൂണിയനൊക്കെ ഫോം ചെയ്യാനും ഒരു ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു ടെറിട്ടറിയിലേക്ക് ഫ്രീലി മൂവ് ചെയ്യാനും എവിടെയെങ്കിലും നമ്മുടെ വേറൊരു ഭാഗത്തേക്ക് റിസൈഡ് ചെയ്യാനും സെറ്റിൽ ചെയ്യാനും നമ്മുടെ വേറെ സ്റ്റേറ്റിലേക്കോ അങ്ങനെയൊക്കെ സെറ്റിൽ ചെയ്യുന്നതിനുള്ള റൈറ്റ്.
പിന്നെ ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. അതൊക്കെയാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ആർട്ടിക്കിൾ 20 പറയുന്നത് അതായത് പ്രൊട്ടക്ഷൻ ഓഫ് കൺവിക്റ്റഡ് ഒഫൻസസ്, അതായത് അറസ്റ്റഡ് പേഴ്സൺസ്, അതായത് ഒരു ആളെ എന്ന് വെച്ചാൽ അക്യൂസ്ഡ് ആയിട്ട് നമ്മൾ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പറയുന്ന റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പിന്നെ 21A ഇതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 42nd അമെൻമെൻറ്റ് വഴിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 22 പറയുന്നുണ്ട്. അതിൽ പറയുന്നത് അറസ്റ്റഡ് പേഴ്സൺസ്, അതായത് ഡിറ്റൻഷൻ ആക്കപ്പെട്ടിട്ടുള്ള പ്രതികളുടെ സർട്ടൻ കേസസിലുള്ള റൈറ്റ് പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ 23 to 24 പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധപൂർവമുള്ള ജോലി അങ്ങനത്തെ, പിന്നെ ചിൽഡ്രൻസിൻ്റെ, വുമൻസ് ഇൻ ഫാക്ടറി മൈൻസ്, ഇതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ 23 തൊട്ട് 24 വരെ പറയുന്നത്. 25 to 28 ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്, ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, റിലീജിയസ് റൈറ്റ്സ് 26, ടാക്സസിൻ്റെ 27, റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് 28, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് 29 to 30 പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി 29, റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 30 പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പം 32 അനുസരിച്ച് നമുക്ക് കോർട്ടിൽ അപ്രോച്ച് ചെയ്യാം, മറ്റേ സുപ്രീം കോർട്ടിൽ. പിന്നെ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് 36 തൊട്ട് 51 വരെ പറയുന്നു. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 51A പറയുന്നു. പഞ്ചായത്തി രാജ് വഴി പഞ്ചായത്തിൻ്റെത്, ഗ്രാമസഭ 243A, 243B, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്ത്സ് 243 to 240, പിന്നെ മുനിസിപ്പാലിറ്റീസ് 243P തൊട്ട് 243ZG വരെ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പാർട്ട് 9B, 9Aയും 9B എന്ന് ഓർത്താൽ മതി, മുനിസിപ്പാലിറ്റി. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 9B, പഞ്ചായത്ത് പാർട്ട് 9. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ട്രൈബൽ ഏരിയാസ് 244, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് 245 to 263, ഫിനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ് 264 to 300A, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ഒക്കെ 266ഉം 267 പറയുന്നു. 280 ഫിനാൻസ് കമ്മീഷൻ. ഇത് ചിലപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചോദിക്കാറുള്ളതാണ്, ഫിനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന്. 280. പിന്നെ ആദ്യമേ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്ന 300A വരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി ആദ്യമേ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. അത് അമെൻമെൻറ്റ് വഴി ആർട്ടിക്കിൾ 44th അമെൻമെൻറ്റ് വഴി ആർട്ടിക്കിൾ 300A ആക്കിയതാണ്. പിന്നെ സർവീസസ് അണ്ടർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് 308 to 323, ട്രിബ്യൂണൽസ് 323A to 323B, എലക്ഷൻസ്. പിന്നെ SC/ST OBC മൈനോറിറ്റിയുടെ 330 to 342, ഒഫീഷ്യൽ ലാംഗ്വേജ്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ് 352 to 360, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. പിന്നെ മിസലേനിയസ് പ്രൊവിഷൻസ്, അമെൻമെൻറ്റ് 368. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നമുക്ക് സംശയങ്ങളോ എന്തെങ്കിലും കേട്ടിട്ട് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ മനസ്സിലായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.